വെൽക്കം ബാക്ക്. നമ്മുടെ കങ്കുവയുടെ ടീസർ എത്തിയിട്ടുണ്ടായിരുന്നു 3 ദിവസമായി. പക്ഷേ എനിക്ക് റിയാക്ഷൻ ചെയ്യാൻ പറ്റിയില്ല, അത് ഞാൻ വിട്ടുപോയി. എന്തായാലും നമുക്കിപ്പോൾ റിയാക്ഷൻ ചെയ്യാം. എല്ലാവരും ചെയ്ത് കഴിഞ്ഞു, ഡീകോഡിങ് വരെ കഴിഞ്ഞു ഇവിടെ. എന്തായാലും ഞാൻ റിയാക്ഷൻ ചെയ്യണം, എൻ്റെ ഒരു ഒപ്പീനിയൻ എനിക്ക് പറയണമല്ലോ. നമുക്ക് എന്തായാലും റിയാക്ഷനിലോട്ട് കിടക്കാം. நம்ம வாழ்ற இந்த தீவுக்குள்ள எத்தனையோ மர்மங்க கொட்டி கிடக்குது. அது எல்லாத்தையும் விட புரியாத மர்மம் விருந்தருந்த வாரீரோ. சாவிறங்குற மாதிரி மேலே இறங்கி அவன் அந்த மண்டையோட்ட ரத்தத்தை நிரப்பி அறுத்துக்கு கொண்டு வா. பத்தென்ற சொட்டு சொட்டுறதுக்குள்ள கங்கு அங்க வரணும். விளை பெருமாச்சி மண்ணே உன் ரத்தமும் என் ரத்தமும் வெவ்வேறா. தலைவனே அறுபட்டியன் சிரம் மண்டுருண்டாலும் உருளும். உன் நெற்றியும் முழங்காலும் மண் தொடா மண்டீடா. ഓക്കെ, നമ്മുടെ തമിഴ് നോക്കുകയാണെങ്കിൽ കുറേ പീരിയോഡിക്കൽ മൂവി ഉണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടാണ് തോന്നുന്നു ട്രൈബൽ മൂവീസ് വരുന്നത്. സിനിമയുടെ വാള് സംഭവമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറേ പീരിയോഡിക്കൽ മൂവി ഉണ്ടെങ്കിൽ പോലും ഇത് ആദ്യമായിട്ടാണ് ട്രൈബൽ മൂവിയും തോന്നുന്നു. എന്തായാലും നൈസായിരുന്നു, ട്രേസർ കൊള്ളാം, നല്ല കളർ ഗ്രേഡിങ്. ബോബിഡിയുടെ സൂപ്പറായിട്ടുണ്ട്, നല്ല ഡാർക്ക് ലുക്കായിട്ടുണ്ട് കേട്ടോ, കിടിലം. പിന്നെ കുറച്ച് സീൻസ് എനിക്ക് പറയാനുണ്ട്. അതായത് സൂര്യ ഇങ്ങനെ കൈ മുറിച്ചിട്ട് പറയുന്നുണ്ടല്ലോ, എനിക്ക് തോന്നുന്നവർക്ക് പ്രതിജ്ഞ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു വാഗ്ദാനം കൊടുക്കുന്നതായിരിക്കാം. എനിക്ക് തോന്നുന്നു ബോബിഡിയോൾ അവരുടെ സ്ഥലത്ത് കയറി ആക്രമിച്ചതിന് ശേഷം സൂര്യ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ സൂര്യ പറയുന്നതായിരിക്കാം, എൻ്റെ രക്തവും നിങ്ങളുടെ രക്തം വെവ്വേറല്ല, പേടിക്കേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, അങ്ങനെ പറയുന്നതായിരിക്കും ചിലപ്പോൾ. പിന്നെ ഈ അവസാനം വരുന്നത് ആരെന്ന് എനിക്ക് മനസ്സിലായില്ല. കുറേ ഇടത്ത് കണ്ടു, മറ്റേ കാർത്തിയാന്ന് കണ്ടു, വേറെ എന്തൊക്കെ ഞാൻ കണ്ടു, കാർത്തിയാന്ന് കേട്ടു. എനിക്ക് കണ്ടിട്ട് തോന്നിയത് അത് കാർത്തിയാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഒരു കുറച്ചും കൂടി സൂം ചെയ്ത് ലുക്ക് നോക്കുന്ന സമയത്ത് കാർത്തിയെ പോലെ ഉണ്ട് ഏകദേശത്തിൽ, പറയല്ലോ. എനിക്ക് കാർത്തിയെ പോലെ തോന്നി ശരിക്കും പറയുകയാണെങ്കിൽ സൂം ചെയ്ത് നോക്കുന്ന സമയത്ത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സീനാണ് ഒരു കാക്ക വറക്കുന്നുണ്ടല്ലോ, കാക്ക വറക്കുന്ന കുറേ സീൻസ് ഉണ്ട്, അത് അടിപൊളിയായിട്ട്. പിന്നെ കുറച്ച് സീൻസ് എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ഇത് ആഡ് ചെയ്യണ്ടായിരുന്നു തോന്നിയത്. എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ ആ മുതലയുടെ സീൻ ആഡ് ചെയ്യണ്ടായിരുന്നു തോന്നിപ്പോയി. കാരണം അതൊരു അങ്ങനെ വച്ചേക്കായിരുന്നു, വേറെ എന്തെങ്കിലും ആഡ് ചെയ്യായിരുന്നു അവർക്ക്. എനിക്ക് തോന്നുന്നു സിനിമയിൽ ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ടാവാം. എനിക്ക് തോന്നുന്നു സൂര്യയുടെ കഥാപാത്രം ഒരു ബ്രൂട്ടലായിട്ടുള്ള ആളല്ലാന്ന് തോന്നുന്നു. പുള്ളി ഒരു ബാഹുബലി ടൈപ്പാണ്. അതായത് ഇവരുടെ ആൾക്കാരുടെയൊക്കെ ഭയങ്കര സ്നേഹമുള്ള, അവരെയൊക്കെ രക്ഷിക്കുന്ന, അവരുടെയൊക്കെ ഒരു നല്ല ലീഡറായിട്ടാണ് എനിക്ക് തോന്നിയത്. ബോബിഡിയോട് നേരെ തിരിച്ചായിരിക്കും ചിലപ്പോൾ. സ്വന്തം ആളെ തന്നെ വെട്ടിക്കൂട്ടി
പുള്ളിയുടെ എനിക്ക് തോന്നുന്നൊരു ബിരി കൊടുക്കുന്ന ടൈപ്പാണ്. പുള്ളിയുടെ സെറ്റപ്പ് കണ്ടാൽ തന്നെ അറിയാം, ഒരു കളഗടിയും കണ്ടാൽ തന്നെ അറിയാം, ഒരു ഡാർക്ക് വൈബാണ്, സൂപ്പറായിട്ടുണ്ട്. പിന്നെ സിനിമ കുറച്ച് ഈജിപ്തുകാരെ കാണിക്കുന്നുണ്ട് സിനിമയിൽ. എനിക്ക് തോന്നുന്നു അവരും ബോബിയുടെ കണക്ഷൻ ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത്. ബൈ.